കേട്ട് കേട്ട് കോമഡിയായൊരു വിഷയമാണ് നമ്മുടെ ഷാജൻ സ്കറിയയും ബോച്ചയുമായിട്ടുള്ള സംവാദം. ആരെങ്കിലും ചർച്ച ചെയ്യട്ടെ, തല്ലട്ടെ എന്നൊക്കെ കരുതാവുന്നതേ ഉള്ളൂ. പക്ഷേ പലരും ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പലരും സോഷ്യലിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞു. മറ്റു പലരും ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് യൂട്യൂബ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിഷയവും ഇന്ന് അതുതന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ വിഷയത്തെ ഒരു വീഡിയോ ചെയ്യുവാനാണ് തിരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രാമത്തെ എണ്ണമാണ് ഞാൻ. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെൻറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷാജൻ സ്കറിയ ഈ ബോച്ചയെ പോലെ അല്ല. ബോച്ചയുടെ വെല്ലുവിളി നമ്മുടെ ഷാജൻ സ്കറിയ വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ പരിശോധിച്ചാൽ ഈ ബോച്ചയുടെ വീസ് എന്ന് പറയുന്നത്, ഈ ബോച്ചയുടെ കൂടെ എപ്പോഴും ഒരു കോമാളിക്കൂട്ടമുണ്ട്. ഈ കോമാളിക്കൂട്ടമാണ് ഈ ബോച്ചയുടെ വീസ് എന്ന് പറയുന്നത്. പക്ഷേ മറുനാടൻ ഷാജൻ സ്കറിയയുടെ അത് അങ്ങനെ അല്ല. അദ്ദേഹം ഒരു ദിവസം 5-6 വീഡിയോകളോളം ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വീഡിയോയും 5 ലക്ഷം 6 ലക്ഷം വ്യൂസുമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ പ്രേക്ഷകരെ നമ്മുടെ ഷാജൻ സ്കറിയയുടെ നിലപാട് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ബോച്ചെ പറഞ്ഞ ആ സമയത്ത് ആ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഈ സംഭവത്തിന് വേണ്ടിയുള്ള വേദി ഒരുക്കിക്കൊണ്ട് കാത്തിരുന്നു. പക്ഷേ ബോച്ചയുടെ വകയായി എവിടെ നിന്ന് ഒരു പോച്ച മറുപടിയാണ് നമ്മൾ കേട്ടത്. ഈ ഷാജൻ സ്കറിയ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടേ അദ്ദേഹം പ്രതികരിക്കാറുള്ളൂ. ഇപ്പോൾ ബോച്ചയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വെറും ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു കഴമ്പില്ലാത്ത ആക്ഷേപമാണ് എന്നൊക്കെയാണ് ബോച്ചയുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ബോച്ചയ്ക്ക് തന്നെയാണ്. എന്തായാലും ഈ ബോച്ചയെക്കുറിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇദ്ദേഹം എവിടെ പോയാലും സംസാരിച്ചാലും ഈ ദ്വയാർത്ഥത്തോടുകൂടിയേ സംസാരിക്കും, അതായത് ഡബിൾ മീനിങ്ങിൽ. അത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്ത്രീകളോടാണ്. ഇദ്ദേഹം കാശുകാരനാണ്, സ്വർണ്ണക്കടക്കാരനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, സേവകനാണ്, ഒക്കെയാണ്. പക്ഷേ ഈ കോമാളി വേഷം കെട്ടിയുള്ള നടപ്പിലും ഈ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ആ ക്വാളിറ്റി ഒന്നും കാണാറില്ല. ഇല്ല, ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന രീതിയിൽ ഒരു തെണ്ടിത്തനം മാത്രമേ പറയൂ. അതല്ലെങ്കിൽ മോളുടെ പ്രായം പോലും ഇല്ലാത്തൊരു കുട്ടിയോട് സംസാരിക്കുന്ന രീതിയാണോ ഇത്? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. കണ്ണക്കി വണ്ടി കയറിയിരിക്കുക. ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണത്. തിരിച്ചു വരുമ്പോ 3ാമതൊരാളുണ്ടാവും. ഈ കൊച്ചിന് കയ്യൂക്കുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പല്ലടിച്ച് പറിച്ചേനെ. ഇപ്പോൾ ഈ ബോച്ചയ്ക്ക് സ്ത്രീകളോട് എന്തുമാത്രം ബഹുമാനമാണെന്നറിയണ്ടേ? ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള ബഹുമാനം എത്രയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി. 2 പേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നു. അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷനൊക്കെ നല്ലതാണ്. പക്ഷെ ആ നേരത്തെ ഒന്നും നടന്നില്ല. ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് പറയും, അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ്, കെടുക്കുമ്പോഴും നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ്. അവതാരകയ്ക്ക് ഇത് കേട്ടപ്പോൾ എന്ത് സന്തോഷമല്ലേ? എടി കൊച്ചേ, ഈ വീട്ടിൽ പോയി ഭർത്താക്കന്മാരുടെ മെക്കിട്ട് മാത്രം കയറിയാൽ പോരാ, ഇങ്ങനെ ഉള്ളവന്മാർക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പോച്ചയ്ക്ക് പൈസ ഉണ്ടെങ്കിൽ എന്താ? സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും മര്യാദയ്ക്ക് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് മര്യാദയ്ക്ക് പറയണം എന്ന് പറയണം കൊച്ചേ. ഈ കഷ്ടം ഇനി അടുത്ത വീഡിയോ ആണ്. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഹണി റോസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മഹാഭാരതത്തിലെ കുന്തിയെ ഓർമ്മ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സന്തോഷ പുളകിതയായി നമ്മുടെ ഹണി റോസ് ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന് താങ്ക് യു എന്ന് പറയാൻ നമുക്ക് വീഡിയോ കാണാം. എനിക്ക് കൃത്യമായിട്ട് ഉറപ്പെന്ന് പറയുന്നത് ഇദ്ദേഹം ഈ കുന്തി എന്ന് പറയുന്ന വാക്ക് മനഃപൂർവ്വം ഒരു വാക്ക് തെറ്റിച്ചു പറഞ്ഞതാണെന്നാണ്. ഇത് ഓർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക.
ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് താഴോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണില്ല. പതുക്കെ സ്ലോ മോഷനില് സാധാരണഗതിയിൽ മാലയുടെ ഫ്രണ്ട് പീസ് മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് പോരാ, ബാക്ക് വ്യൂയും കൂടെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസിന്റെ കൈ പിടിച്ചിങ്ങനെ 2 പ്രാവശ്യം കറക്കുക. കണ്ടു കൊച്ചേ, കൃത്യമായി കണ്ടു എല്ലാം. എനി കൊച്ചേ ഹണി റോസേ, നിനക്ക് ഈ മഹാഭാരതത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അത് പോയി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാവും മഹാഭാരതത്തിലെ കുന്തി ആരാണെന്നും ബോച്ചെ ഉദ്ദേശിച്ചത് എന്താണെന്നും. ഇനി നമുക്ക് ഒരു ബോച്ചയുടെ ഒരു കിടിലം ഡാൻസ് കൂടി. ഇതൊക്കെ ഈ ബോച്ചയുടെ ഭാര്യയും മകളും ഒക്കെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എന്തായാലും ഷാജിദ് സരിയയ്ക്ക്, നമ്മുടെ മറുനാടൻ ഷാജിദ് സരിയയ്ക്ക് ഒരു ബിഗ് സല്യൂട്ടിന് അർഹനാണ് അദ്ദേഹം. കാരണം അദ്ദേഹമാണ് ഈ ബോച്ചെ ടീ ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഉടായിപ്പിസം ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത്. ഈ ബോച്ചെ ടീ ബ്രാഞ്ചസ് എടുത്തവരെല്ലാം ഇപ്പോൾ അത് അടച്ചിട്ട് കൂലി വിലയ്ക്ക് പോവുകയാണ്. ബ്രാഞ്ചസിക്ക് വേണ്ടി മുടക്കിയ കാശെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അതുപോലെയാണ് ഇപ്പോൾ ഇദ്ദേഹം 100 വീട്, ഈ വയനാട്ടിൽ 100 വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം കൊടുക്കാമെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. ഇത് എത്തരത്തിൽ അവസാനിക്കും, ഇതിൻ്റെ അവസാനം എത്തരത്തിലൊക്കെ അവസാനിക്കും എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം നടത്തിയുള്ളൊരു ഒരു ഉടായ്പ മാത്രമാണ്. ഇദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തിപരമായിട്ടൊരു സഹായം ആരും ചെയ്യേണ്ട, എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് തള്ളിക്കൊടുക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിൽ വ്യക്തിപരമായിട്ടൊരു കാര്യം അവിടെ ചെയ്യാൻ സാധിക്കില്ല. ഈ ബോച്ചയുടെ ഈ വാഗ്ദാനമൊക്കെ വെറും ബോച്ച വാഗ്ദാനമാകാനേ വഴിയുള്ളൂ. ഇതൊക്കെ അദ്ദേഹം ഈ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ അദ്ദേഹം നടത്തുന്നത്. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള തരികിട്ട പരിപാടികൾ. ഷാജൻ സാറേ, ഇനി എന്തിനാണ് ഈ ബോച്ചയുമായിട്ടൊരു സംവാദം? അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അദ്ദേഹം തയ്യാറാകുമെന്നും തോന്നുന്നില്ല. ഒരു ചൊല്ലുണ്ട്, ഈ നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും, അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.